അവിടെ സന്ധ്യയെ കൃത്യമായി അവർക്ക് ലൊക്കേറ്റ് ചെയ്യാം, അവർ സന്ധ്യയോട് സംസാരിക്കുന്നുണ്ട്, സന്ധ്യയെ അവർക്ക് ടച്ച് ചെയ്യാം, അത്രമാത്രം അടുത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഈ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. അവിടെ സന്ധ്യയുടെ കൈ അനങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. എന്താണ് നിലവിലെ അടുത്ത സ്ഥിതി, ഓപ്പറേഷൻ? നിലവിലെ സ്ഥിതി നമ്മൾ മുൻപ് ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ കാല് കുടുങ്ങി കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് പെട്ടെന്ന് വലിച്ചുയർത്തിയാൽ കൂടുതൽ പരിക്കേൽക്കാനോ അല്ലെങ്കിൽ മറ്റ് അവശിഷ്ടങ്ങൾ മറിഞ്ഞു വീണൊരു അപകടം സംഭവിക്കാനോ ഉള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാൻസ് എടുക്കണ്ട എന്നുള്ള തരത്തിൽ, അതുകൊണ്ട് പൂർണ്ണമായ സുരക്ഷാ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ള തലത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ വീടിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ മുഴുവൻ മാറ്റുകയാണ്. ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചതിന്റെ സൈഡിൽ തടസ്സമായി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഇവർ മുറിച്ച് മാറ്റുകയാണ്. അതുകൊണ്ട് ഏത് ഭാഗത്തിലൂടെയാണോ സൗമ്യ സുരക്ഷിതയായി എത്തിക്കാൻ കഴിയുന്നത് ആ ഭാഗത്തൂടെ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ സൗമ്യയെ പുറത്തെത്തിച്ചാൽ ഉടൻ തന്നെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം രണ്ട് ഭാഗത്തും ഈ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗങ്ങളിലും തയ്യാറായി കിടക്കുകയാണ്. ഉടൻ തന്നെ അടിമാലിയിലേക്ക്, താൽക്കാലിക ആശുപത്രിയിലേക്ക് എത്തിക്കുക. ആശുപത്രിയിൽ ഇതിനു വേണ്ടിയുള്ള അത്യാഹിത വിഭാഗത്തിൽ അത്യാഹിത വിഭാഗം സജ്ജമാക്കി ഇരിക്കുകയാണ്. നിലവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവരെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ക്രെയിനിന്റെ ജാക്കുകളും അതുപോലെ തന്നെ പുള്ളികളും അതുപോലെ ഡ്രോപ്പും എല്ലാം എത്തിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ തടസ്സങ്ങൾ, ഈ NDRF സേന, നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഇവർ കൈ എത്തിപ്പിടിക്കാൻ ദൂരത്ത് NDRF സേനാംഗമുണ്ട്. ആ സേനാംഗം കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി ഈ കാലിലെ തടസ്സം നീക്കിയതിനു ശേഷം ഈ റോപ്പ് ഉപയോഗിച്ച് പൊക്കുക എന്നുള്ളതാണ് നിലവിൽ ലക്ഷ്യം വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.